നമസ്കാരം. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ 2-ന് ചരിഞ്ഞ മുറിവാലൻ കൊമ്പന്റെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറവു ചെയ്തു. ചീനക്കനാൽ 60 ഏക്കറിന് സമീപമുള്ള ചോലയിലാണ് ജഡം മറവു ചെയ്തത്. വനം വകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ, വനം വകുപ്പ് വെറ്റിനറി സർജൻമാരായ ഡോക്ടർ PG സിബി, SK അരുൺകുമാർ, R അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. കരളിനേറ്റ ക്ഷതമാണ് ചരിയാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ചക്കക്കൊമ്പന്റെ നീണ്ട കൊമ്പുകൾ ആഴ്ന്നിറങ്ങിയതാണ് മുറിവാലന്റെ കരളിന് പരുക്കേറ്റത്. ഇതുകൂടാതെ വാരിയെല്ലുകളും പൊട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 21-നാണ് 2 ഒറ്റയാന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മുറിവാലന് ഗുരുതരമായി പരുക്കേൽക്കുന്നത്. അതിനുശേഷം ഇടതുകാലിൻ്റെ ചലനശേഷി നഷ്ടമായതോടെയാണ് മുറിവാലൻ 60 ഏക്കറിന് സമീപമുള്ള ചോലയിൽ കിടപ്പിലാകുന്നത്. മുറിവുകളിലെ അണുബാധയും അവസ്ഥ വഷളാകാൻ കാരണമായി. 45 വയസ്സുള്ള മുറിവാലനായിരുന്നു ഇതുവരെ ചീനക്കനാൽ മേഖലയിലെ ഏറ്റവും പ്രായം കൂടിയ കാട്ടാന. മുറിവാലന്റെ ജഡം സംസ്കരിക്കുന്നതിന് മുൻപ് തദ്ദേശീയരായ മുതുവാൻ വിഭാഗത്തിൽപ്പെട്ടവർ ആചാരപരമായ ചടങ്ങുകൾ നടത്തി. മൂന്നാർ ACF ജോബ് J നേര്യാംപറമ്പിൽ, ദേവികുളം റേഞ്ച് ഓഫീസർ PV വെജി എന്നിവർ മറവു ചെയ്യാനുള്ള നടപടികൾക്ക് നേതൃത്വവും നൽകി. പോസ്റ്റ്മോർട്ടത്തിനിടെ മുറിവാലൻ കൊമ്പന്റെ ദേഹത്തുനിന്ന് 20 പെല്ലറ്റുകൾ കണ്ടെത്തി. ഇതിൽ 19 പെല്ലറ്റുകളും 12 ബോർ തോക്കിൽ ഉപയോഗിക്കുന്നതാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. വന്യജീവികളെ തുരത്താൻ വനം വകുപ്പ് ജീവനക്കാർ ഉപയോഗിക്കുന്നതും ഇത്തരം തോക്കുകളാണ്. ദേവികുളം റേഞ്ചിൽ 4 12 ബോർ തോക്കുകൾ ഉണ്ട്. എന്നാൽ ഇവ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. മുറിവാലന്റെ ദേഹത്തുനിന്ന് കിട്ടിയ പെല്ലറ്റുകൾ എയർ ഗണ്ണിൽ നിന്നുള്ളതാകാമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കരുതുന്നു. ഇടത്തരം വലിപ്പമുള്ള ഒരു പെല്ലറ്റും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പെല്ലറ്റുകളൊന്നും ആനയുടെ ആന്തരിക അവയവങ്ങളിൽ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ളവ അല്ല എന്നും മരണകാരണമാകാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു.